നിങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ടോ? അത് കാരണം നിങ്ങളുടെ കാഴ്ച കുറയുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ പേര് ഡോക്ടർ അശോക് നട്രാജ്. ഞാൻ പ്രിസൈസ് ഐ കെയറിൽ സീനിയർ റെറ്റിന സ്പെഷ്യലിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന ഒരു രോഗമാണ്. ഡയബറ്റിസ് ശരീരം മുഴുവൻ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അത് കണ്ണിനെയും ബാധിക്കുന്നു. കണ്ണെന്ന് വെച്ചാൽ കാഴ്ചയ്ക്ക് പല ഘടകങ്ങളുണ്ട്. കണ്ണിൻ്റെ മുമ്പിലാണ് കോർണിയ അല്ലെങ്കിൽ ലെൻസ് ഒക്കെ ഉള്ളത്. ലെൻസിനെ ബാധിക്കുന്ന അസുഖമാണ് തിമിരം. പക്ഷേ ഈ ഡയബറ്റിസ് ഇവിടെ ഒന്നുമല്ല ബാധിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ കണ്ണിൻ്റെ ഞരമ്പുണ്ട്. ഇതിനെയാണ് നേത്രാന്തര പടലം അല്ലെങ്കിൽ റെറ്റിന എന്ന് പറയുന്നത്. ഡയബറ്റിസ് ബാധിക്കുന്നത് റെറ്റിനേനെയാണ്. ഇതിനെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഈ ഡയബറ്റിസ് ഉള്ള ഏകദേശം 30% ആൾക്കാരിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാകും. ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലം കാഴ്ച കുറയുകയും ഇതിന് മൂലം പെർമനൻ്റ് ആയിട്ടുള്ള, അതായത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലുള്ള അന്ധത വരെ സംഭവിക്കാവുന്നൊരു അവസ്ഥയാണ്. ഡയബറ്റിസ് കണ്ണിനെ അല്ലെങ്കിൽ റെറ്റിനേനെ ബാധിക്കുമ്പോൾ ചെക്കപ്പ് ചെയ്താൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. തുടക്കം ഇതുകൊണ്ട് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഡയബറ്റിസ് ഉണ്ട്, നല്ല കാഴ്ചയുണ്ട്, എനിക്കൊരു കുഴപ്പവുമില്ല, ഇങ്ങനെയാണ് ആളുകൾ മുന്നോട്ട് പോകുന്നത്. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഞരമ്പിൻ്റെ രക്തോട്ടം കംപ്ലീറ്റ് നിൽക്കുന്നു, കണ്ണിൻ്റെ നേത്രാന്തര പടലം അല്ലെങ്കിൽ റെറ്റിനയിൽ ബ്ലീഡിങ് വരുന്നു. അങ്ങനെയാണ് കാഴ്ച നഷ്ടപ്പെടുന്നത്. ആ നഷ്ടപ്പെട്ട സ്റ്റേജിൽ നമ്മൾ ചികിത്സിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പഴയ പോലെ കാഴ്ച വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നിങ്ങളുടെ നേത്രരോഗ വിദഗ്ധനെ കാണിച്ച് ഈ ഞരമ്പ് അല്ലെങ്കിൽ റെറ്റിനയുടെ സ്ഥിതി എന്താണെന്ന് നോക്കുന്നത് വളരെ പ്രധാനമാണ്. ഇങ്ങനെ നോക്കി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് സമയത്തിന് ചികിത്സിച്ചാൽ കാഴ്ച നഷ്ടപ്പെടാതെയും നല്ല കാഴ്ചയോടുകൂടി മുന്നോട്ട് പോകാനും പറ്റുന്നതാണ്.